അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫറദി അസ്സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അഹ്മദുഹു ഹംദൻ ബിലാ അഹദ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവാധിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിനെ കുറിച്ച് പഠിക്കുന്ന പഠന കോഴ്സിൻ്റെ 2ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ ഒരുമിച്ചിരിക്കുന്നത് നമ്മളിൽ നിന്ന് സ്വാലിഹായ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അറിവ് നേടുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ക്ലാസ് തുടങ്ങിയത്. ഏതൊരു ഇബാദത്തും അറിഞ്ഞു ചെയ്യുമ്പോഴാണ്, മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് നമുക്കതൊരു ആസ്വാദനമായി മാറുന്നത്, അതിലൊരാനന്ദം കണ്ടെത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകൾ അവരുടെ ഇബാദത്തുകൾ അത് അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കിയാണ് അത് പ്രാവർത്തികമാക്കേണ്ടത്. അങ്ങനെ നമ്മളെല്ലാവരും കൃത്യമായി പഠിക്കേണ്ട ഒരുപാട് മസ്അലകൾ കടന്നു വരുന്ന വിഷയമാണ് വിശുദ്ധ റമദാൻ മാസം. ആ റമദാൻ മാസത്തിൻ്റെ ശ്രേഷ്ഠതകൾ, ആ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ വിശദീകരിച്ചത്. ആയുസ് നീട്ടി ലഭിക്കുക എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്, റബ്ബിൻ്റെ നിഅമത്താണ്. ആ നീട്ടി ലഭിക്കുന്ന ആയുസ്സിൽ നന്മകൾ ചെയ്യാനാണ് വിശ്വാസികളായ ആളുകൾ പരിശ്രമിക്കേണ്ടത്. ഒരു ചരിത്ര സംഭവത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളത് മനസ്സിലാക്കി. കട്ടിലിൽ കിടന്ന് മരിച്ച ഒരു മനുഷ്യനും ഷഹീദായ ഒരു മനുഷ്യനും, അതിൽ ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചത് സാധാരണ രീതിയിൽ മരണപ്പെട്ടയാളാണ്. അതിൻ്റെ കാരണം അയാൾക്കൊരു വർഷം കൂടെ ജീവിക്കാൻ അവസരം ലഭിച്ചു. അയാൾ നമസ്കരിച്ചു, നോമ്പ് നോറ്റു, മറ്റുള്ള ഇബാദത്തുകളൊക്കെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആയുസ് നീട്ടി ലഭിക്കുകയാണ് എങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ നന്മകൾ ചെയ്യാനാണ് വിശ്വാസികളായ ആളുകൾ പരിശ്രമിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി. വിശുദ്ധ റമദാനിലെ നോമ്പ് എല്ലാവർക്കും നിർബന്ധമാണ്. ചില ആളുകൾക്ക് ഒഴിവുണ്ട്, ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസം സ്വീകരിച്ച ആളുകളെ വിളിച്ച് കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാണ്, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേലും നിർബന്ധമാക്കപ്പെട്ടതുപോലെ. നോമ്പ് എന്നുള്ളത് എല്ലാവർക്കുമുള്ളൊരു ഇബാദത്താണ്. കഴിഞ്ഞുപോയ സമുദായങ്ങൾക്കെല്ലാം നോമ്പുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന വിവിധ മതങ്ങൾ, ആ മതങ്ങളിലും ദർശനങ്ങളിലുമെല്ലാം നോമ്പ് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 റമദാനുകളിൽ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. ഇന്ന് നമ്മൾ അനുഷ്ഠിക്കാൻ പോകുന്ന നോമ്പിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, അതിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ചാണ് പറയുന്നത്. ആ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കുമ്പോൾ നമുക്കൊന്നുകൂടെ ആവേശവും ഊർജവും ആ ഇബാദത്ത് ചെയ്യുമ്പോൾ ലഭിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടനവധി ശ്രേഷ്ഠതകൾ, നോമ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫضലുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്തിന്, അത്താഴത്തിൻ്റെ സമയത്ത്, അങ്ങനെ വിവിധ ഫضലുകൾ എല്ലാം വിശദീകരിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമല്ല. നമ്മളതിൽ ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്ന, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില ഓർമ്മപ്പെടുത്തലുകളാണ് ഇൻഷാ അല്ലാഹ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. സഹോദരികളെ, റമദാനിൻ്റെ ഫضലുകളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കുകയും നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയും ചെയ്യുന്ന മാസമാണ് റമദാൻ മാസം എന്നുള്ളതാണ്.
എന്തിനാണ് നമ്മളിത് ആദ്യം പറയുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം, അല്ലേ? നമ്മുടെ ഈ അധ്വാനം എന്തിനാണ്? നമ്മൾ നമസ്കരിക്കുന്നത്, നമ്മൾ ദിക്ർ ചെല്ലുന്നത്, നമ്മൾ ഖുർആൻ ഓതുന്നത്, അതേപോലെ തന്നെ നമ്മൾ സൂക്ഷ്മതയിൽ ജീവിക്കുന്നത്, നമ്മൾ തോന്നിവാസങ്ങളിലേക്ക് പോകാതിരിക്കുന്നത്, നമ്മൾ സാമ്പത്തിക രംഗത്ത് വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നത്, നമ്മുടെ ലൈംഗിക ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നത്. എന്തിനാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്? ഈ പ്രവർത്തനങ്ങളിലെല്ലാം സൂക്ഷ്മത കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? തോന്നിയതുപോലെ നമ്മൾ എന്തുകൊണ്ടാണ് ജീവിക്കാത്തത്? നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ച് ഇഷ്ടപ്പെട്ടതുപോലെ എന്തേ നമ്മൾ പ്രവർത്തിക്കാത്തത്? നമുക്കറിയാം നമ്മുടെ മരണമുണ്ട്, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിൽ അള്ളാഹു വിചാരണ നടത്തും. അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട് എന്ന് നമുക്കറിയാം, അല്ലേ? സ്വർഗമുണ്ട്, നരകമുണ്ട്. ആ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ മലർക്കെ തുറന്നിടുന്ന മാസം, നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന മാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ ജാഅ റമളാൻ ഫുത്തിഹത് അബ്വാബുൽ ജന്ന. റമളാൻ സമാഗതമായാൽ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും. വഗുല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും. ഏറ്റവും വലിയൊരു ശ്രേഷ്ഠതയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തുറക്കപ്പെടുന്ന സ്വർഗത്തിൻ്റെ കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും ഈ റമളാൻ കൊണ്ട് നേടിയെടുക്കാൻ കരുത്തു പകരുമാറാകട്ടെ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ഒരാൾ വന്നു. അയാൾ നബിയോട് പറയാ, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അള്ളാഹുവിൻ്റെ റസൂലെ, മുർനി ബി അമലിൻ, നബിയെ നിങ്ങൾ എനിക്കൊരു കർമ്മം പറഞ്ഞു തരണം, ഒരു അമല് പറഞ്ഞു തരണം. എന്താണ് ആ അമലിൻ്റെ പ്രത്യേകത? അതുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടണം, സ്വർഗത്തിലേക്ക് കയറാനുള്ള സ്വർഗപ്രവേശനം സാധ്യമാകുന്ന ഒരു കർമ്മം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അലൈക ബിസ്സൗം ഫഇന്നഹു ലാ ഇദ്ല ലഹു, നീ എന്ത് ചെയ്യുക? നോമ്പ് നോൽക്കുക എന്നുള്ളതാണ്. നീ നോമ്പ് നോൽക്കുക. സ്വർഗം ലഭിക്കാനുള്ള സ്വർഗപ്രവേശനത്തിനുള്ള വഴിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാര്യം എന്താ? നോമ്പ് നോൽക്കുക എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യൻ അയാൾക്ക് സ്വർഗം ലഭിക്കണമെങ്കിൽ വിശ്വാസമുണ്ടാകണം, അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ അർക്കാനുകൾ പാലിക്കണം. ആ അർക്കാനുകളിലെ നോമ്പാകുന്ന ഇബാദത്തിനെ കൃത്യമായി നിർവഹിക്കുകയാണ് എങ്കിൽ അയാളെ കാത്തിരിക്കുന്നത് സ്വർഗമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കേട്ട ചരിത്രമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ അദ്ദേഹം അടക്കമുള്ള സ്വഹാബികളുണ്ട്. ഒരു രാവിലെ സമയത്താണ് നബിയുടെ ചോദ്യം, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമൻ, ആരാണ് ഇന്നത്തെ പ്രഭാതത്തിൽ നോമ്പുകാരായിട്ടുള്ളത്? ആരാ നോമ്പുകാരി? ഫഖാല അബൂബക്കർ. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന, നബിയെ ഞാനുണ്ട്, നബിയെ ഞാൻ നോമ്പുകാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ അത്അമ മിൻകും അൽ യൗമ മിസ്കീനൻ, ഇന്നത്തെ ദിവസം ആരാണ് സാധുക്കളായ ആളുകൾക്ക്, മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുത്തത്? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന, നബിയെ ഞാനുണ്ട്, നബിയെ ഞാൻ ഇന്ന് നോമ്പ് നോച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന് സാധുക്കൾക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. നബിയുടെ അടുത്ത ചോദ്യം, മൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് ജനാസയെ അനുഗമിച്ചവരായിട്ടുള്ളത്? ഫഖാല അബൂബക്കർ. അപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന, നബിയെ ഞാനുണ്ട്, നബിയെ. നബിയുടെ ചോദ്യം, മൻ ആദ മിൻകുമുൽ യൗമ മരീളൻ, നിങ്ങളിൽ ആരാണ് ഇന്ന് രോഗികളെ സന്ദർശിച്ചത്? ഫഖാല അബൂബക്കർ അന, അബൂബക്കർ പറഞ്ഞു, ഞാനുണ്ട് നബിയെ, ഞാൻ രോഗികളെ സന്ദർശിച്ചിട്ടുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മജ്തമഅത് ഹാദിഹിൽ ഖിസാലു ഖത്തു ഫീ റജുലിൻ ഇല്ലാ ദഖലൽ ജന്ന. ഈ 4 കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഒരു ദിവസം ഒരുമിച്ച് വരികയാണ് എങ്കിൽ അയാൾക്ക് എന്ത് കിട്ടും? അയാൾക്ക് സ്വർഗമുണ്ട് എന്നാണ്. അയാൾക്ക് ഉറപ്പായും അയാൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കറിന്റെ പ്രത്യേകത എന്താ അറിയോ? സ്വർഗത്തിന്റെ 8 കവാടങ്ങളും മാടി വിളിക്കപ്പെടുന്ന വ്യക്തിയാണ് ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അല്ലേ? സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. ആ 8 കവാടങ്ങളും മാടി വിളിക്കും ആരെ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. എൻ്റെ സമീപത്ത് കൂടെ വരൂ, എന്നിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ എന്ന് പറഞ്ഞിട്ട്. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി പറഞ്ഞ വാചകം എന്താ? ഈ കാര്യങ്ങൾ, നോമ്പ് നോറ്റു, രോഗികളെ സന്ദർശിച്ചു, ജനാസയെ അനുഗമിച്ചു, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തു, അയാൾക്ക് സ്വർഗമുണ്ട് എന്നാണ്. ഇതൊക്കെ നമ്മൾ വിചാരിച്ചാലും നടക്കുന്ന കാര്യമാണ്. നമ്മൾ വിചാരിച്ചാലും നമ്മൾ ശ്രമിച്ചാലും നടക്കും. ഇപ്പം നമ്മളോട് തന്നെ ചോദിച്ചു നോക്കൂ, ഇന്നത്തെ ഒരു ദിവസം നമ്മൾ എന്തൊക്കെ നന്മകൾ ചെയ്തു?
നമുക്ക് അവസരം ഉണ്ടായിരുന്നില്ലേ? സ്വതക്ക നൽകാൻ അവസരം ഉണ്ടായിരുന്നില്ലേ? ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. എത്ര നിസ്സാരമായിട്ടാണ് ആളുകൾ ജനാസയെ അനുഗമിക്കാതെ അശ്രദ്ധമായി കളയാണ് അല്ലേ? നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു മരണ വാർത്ത കേട്ടാൽ ആ മയ്യത്തിൻ്റെ മുഖം ദർശിച്ചു പോരുന്ന ആൾക്കാരുണ്ട്. മയ്യത്തിൻ്റെ മുഖം ദർശിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമൊന്നല്ല, കൂലി കിട്ടുന്ന കാര്യമൊന്നല്ല. അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല. മുഖം കാണുക എന്നുള്ളത്, മയ്യത്തിനെ കാണുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമില്ല. ജനാസയെ അനുഗമിക്കണം, ആ ജനാസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമസ്കരിക്കണം. ജനാസയുടെ മരണാനന്തര കർമ്മങ്ങളുണ്ടല്ലോ, ഖബറും അതുമായി ബന്ധപ്പെട്ട് അതിലൊക്കെ പങ്കെടുക്കണം. അങ്ങനെയാണെങ്കിൽ 2 ഖീറാത്ത് പ്രതിഫലം ഉണ്ട്. 2 ഖീറാത്ത് പ്രതിഫലം. നമ്മൾ എത്ര ആൾക്കാർ ആ പ്രതിഫലമൊക്കെ നഷ്ടപ്പെടുത്തി കളയുന്നത്? അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, നന്മകൾ ചെയ്യാനുള്ള ഇത്തരം അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉപയോഗപ്പെടുത്തിയ ആളാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുക? നോമ്പ് നോറ്റിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, അറബിയിലൊരു ഗ്രന്ഥമുണ്ട്, പുസ്തകത്തിൻ്റെ പേരെന്താ അറിയോ? ഫഖാല അബൂബക്കർ അന. അതാ പുസ്തകത്തിൻ്റെ പേരെന്നെ. അബൂബക്കർ പറഞ്ഞു, ഞാൻ. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, സഹോദരികളെ, എത്ര മഹത്വമുണ്ട് അദ്ദേഹത്തിന്, എത്ര സ്ഥാനമുണ്ട് അദ്ദേഹത്തിന്. സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും അദ്ദേഹത്തെ മാടി വിളിക്കുന്ന, റയ്യാൻ എന്ന് പറയുന്ന സ്വർഗത്തിന് കവാടമുണ്ട്. റയ്യാൻ എന്ന പേരിൽ കവാടമുണ്ട്. നബി പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ബാബൻ യുഖാലു ലഹു റയ്യാൻ. സ്വർഗത്തിനൊരു വാതിലുണ്ട്. എന്ത് വിളിക്കപ്പെടുന്ന? റയ്യാൻ എന്ന് വിളിക്കപ്പെടുന്ന വാതിൽ. ആ വാതിൽ എന്ത് ചെയ്യും? നാളെ മനുഷ്യരെ വിചാരണക്കെടുത്ത് ഇങ്ങനെ സ്വർഗം നരകമൊക്കെ തീരുമാനിക്കുന്ന സമയമുണ്ടല്ലോ, അവിടുന്ന് ആ വാതിൽ വിളിക്കും. യുഖാലു ഐന സ്വായിമൂൻ. നോമ്പുകാരെവിടെ? നോമ്പുകാരെവിടെ എന്ന് ചോദിക്കുന്ന ആ വാതില്. ഫമൻ കാന മിന സ്വായിമീന ദഖലഹു. അങ്ങനെ നോമ്പുകാരൊക്കെ എന്ത് ചെയ്യും? ആ വാതിലിലൂടെ പ്രവേശിക്കും. നോമ്പുകാരല്ലാത്ത ഒരാൾക്കും അതിലൂടെ പ്രവേശിക്കാൻ പറ്റൂല എന്നാ. നോമ്പുകാരാണോ അവർക്ക് ആ സ്വർഗത്തിൻ്റെ റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ പ്രവേശിക്കാൻ പറ്റും. റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ വരാൻ പോകുന്ന മാസം എന്താ? സ്വർഗത്തിൻ്റെ കവാടം തുറക്കുന്ന മാസമാണ് അല്ലേ? അതേപോലെ തന്നെ സ്വർഗത്തിൻ്റെ കവാടങ്ങളിൽ റയ്യാൻ എന്ന് പറയുന്ന കവാടം, പ്രത്യേകമായ കവാടം. ആ കവാടത്തിലൂടെ ആർക്കാ പ്രവേശിക്കാൻ സാധിക്കുക? നോമ്പ് നോൽക്കുന്ന ആളുകൾക്കാണ്. നമ്മുടെ മനസ്സിൽ ഇത് ഉണ്ടാകണം. റമദാനിനെ സ്വീകരിക്കുമ്പോൾ, റമദാനിലേക്ക് പ്രവേശിക്കാൻ പോകുമ്പോൾ ഈ ചിന്ത നമുക്കുണ്ടാകണം. ഇനി നോക്കൂ നിങ്ങൾ, നോമ്പ് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു വലിയ നേട്ടം എന്താ? വൻ പാപങ്ങൾ ഒഴിച്ച് മറ്റുള്ള പാപങ്ങളെല്ലാം പൊറുക്കപ്പെടാനുള്ളൊരു അവസരമാണ്. പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള അവസരം ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തണം റമദാനിൽ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിക്കാറുണ്ട് അല്ലേ? കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, എന്തൊക്കെ തെറ്റുകൾ നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെയും ഒറ്റക്കും കൂട്ടമായും ഒക്കെ ചെയ്യാറുണ്ട് നമ്മൾ. പ്രിയപ്പെട്ടവരെ, ഈ പാപങ്ങൾ കഴുകിക്കളയാനുള്ള ഒരു അവസരമാണ് റമദാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅതു ഇലൽ ജുമുഅ വറമദാനു ഇലാ റമദാൻ മുകഫിറാത്തുൻ മാ ബൈനഹുന്ന ഇദജ്തനബൽ കബായിർ. 5 നേരത്തെ നിസ്കാരം, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ, അതിൻ്റെ ഇടയിലുള്ള പാപങ്ങൾ പുറത്തു കളയുന്ന, കഴുകിക്കളയുന്ന വൻ പാപങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ, വൻ പാപങ്ങൾ എന്ത് ചെയ്യൂല? പൊറുക്കൂല. ബാക്കിയുള്ള ചെറിയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും നോമ്പിലൂടെ. അപ്പൊ റമദാൻ വരുമ്പോൾ എന്ത് ചിന്ത ഉണ്ടാകണമെന്നറിയോ? നമ്മൾ പാപങ്ങളെല്ലാം കഴുകിക്കളയാൻ പറ്റുന്ന ഒരു മാസമാണ്. ആ രീതിയിൽ ഈ മാസത്തെ നമ്മൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരു ഹദീസ് അങ്ങനെയാണ്. ആരെങ്കിലും റമദാനിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പ് നോൽക്കുകയാണ് എങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുമ്പ് കഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. മറ്റൊരു ഹദീസിലുള്ളത് മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമദാനിന്റെ രാത്രികളിൽ ആരെങ്കിലും ഈമാനോടുകൂടെ പ്രതിഫലം ആഗ്രഹിച്ച് നിന്ന് നിസ്കരിച്ചാൽ, രാത്രി നിസ്കാരം നിർവഹിച്ചാൽ അവന്റെ മുൻപ് കഴിഞ്ഞു പോയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നതാണ്. എത്ര സമയമുണ്ട് അറിയോ നോമ്പിൽ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ, പാപങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നോമ്പിൽ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും കഴുകിക്കളയൊന്ന് തീരുമാനിക്കുക. അതിനുവേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നമ്മൾ നോമ്പ് നോൽക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പാപങ്ങൾ കഴുകിക്കളയും, പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ. ഇനി നോക്കൂ നിങ്ങൾ, ഒരു നോമ്പ് നോറ്റാലുള്ള കൂലി എത്രയാണ്? ഒരു നോമ്പ് നോറ്റാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ് ഇല്ലാ ബഅദല്ലാഹു ബിദാലികൽ യൗമി വജഅഹു അനിൻ നാരി 70 ഖരീഫൻ.
ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താ. എന്താണെന്നറിയാം ഹദീസിന്റെ വാചകം? അള്ളാഹിന്റെ വജഹ് ഉദ്ദേശിച്ചിട്ടേ അള്ളാഹുവിന് വേണ്ടി ഒരാൾ നോമ്പ് നോൽക്കുകയാണ് എങ്കിൽ 70 വർഷത്തെ വഴി ദൂരം നരകത്ത് നിന്ന് അയാൾ അകലെയാകുന്നു. സുബ്ഹാനല്ലാഹ്, 70 വർഷത്തെ വഴി ദൂരം നരകത്തിൽ നിന്ന് അകലെയാകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, സഹോദരികളെ. ഒരൊറ്റ നോമ്പ് നോറ്റാൽ 70 വർഷത്തെ വഴി ദൂരം നരകത്തിൽ നിന്ന് നമ്മുടെ മുഖത്തെ അള്ളാഹു അകറ്റുമെന്ന് എൻ്റെ വാചകമല്ല, അള്ള പറഞ്ഞ വാചകാണ്. ഒരൊറ്റ നോമ്പ് നോറ്റാൽ റമദാനിൽ റബ്ബ് തൗഫീക്ക് നൽകിയാൽ 30 നോമ്പ് അല്ലെങ്കിൽ 29 നോമ്പ്, എത്ര ദൂരം നമുക്ക് നരകത്തിൽ നിന്ന് അകലാൻ പറ്റും അല്ലേ? ഏതാ നരകം എന്ന് പറഞ്ഞാൽ? ഏതാണ് ഈ നരകം? ഏത് നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ അകറ്റ? ഫത്തഖുന്നാറല്ലതി വഖൂദുഹന്നാസു വൽ ഹിജാറ വഇദ്ദത ലിൽ കാഫിരീൻ അല്ലേ? അള്ളാഹു പഠിപ്പിച്ച അങ്ങനെയല്ലേ? ഫത്തഖുന്നാറല്ലതി, നിങ്ങൾ എന്ത് ചെയ്യണം? നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം. മനുഷ്യരെയും കല്ലുകളെയും ഇന്ധനമാക്കിയ, മനുഷ്യരും കല്ലുകളും ഇന്ധനമാക്കപ്പെട്ട ആ നരകാഗ്നിയിൽ നിന്ന്, കാഫിറുകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട നരകം, ആ നരകത്തിൽ നിന്ന് ഒരു നോമ്പ് നോറ്റാൽ 70 വർഷത്തെ വഴി ദൂരം അകലെയായിരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് നോമ്പ് നോൽക്കാൻ വേണ്ടി, ഇത് ഫറദ് മാത്രമല്ല, സുന്നത്തായ നോമ്പുകളുണ്ട്, ഒരുപാട് സുന്നത്ത് നോമ്പുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ കടന്നു വരുന്നുണ്ട്. വിവിധ നോമ്പുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ ഒരൊറ്റ നോമ്പ് നോറ്റാൽ, നോമ്പിൻ്റെ മഹത്വമാണത്, നോമ്പിൻ്റെ പ്രത്യേകതയാണത്. ഇനി നോക്കൂ നിങ്ങൾ, നോമ്പ് നമുക്ക് നൽകുന്ന മറ്റൊരു വലിയ നേട്ടം എന്താ? പാപങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റും എന്നുള്ളതാണ്. പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയ്യുഹ ശബാബ്, അല്ലെങ്കിൽ യാ മഅശറ ശബാബ്, അല്ലേ യുവാക്കളായ ആൾക്കാരെ, യുവസമൂഹമേ, അലൈക്കും ബിൽ ബാഅ, നിങ്ങൾ ബാഅത്തെത്തിയാൽ കല്യാണം കഴിക്കണം എന്നാണ്. ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി കഴിവുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവൻ കല്യാണം കഴിക്കണം. വിവാഹം കഴിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. സന്യാസം സ്വീകരിക്കാൻ പറ്റൂല. ഒരു മുസ്ലിം എന്ത് ചെയ്യണം? വിവാഹം കഴിക്കണം. കഴിവുണ്ടോ അവൻ കല്യാണം കഴിക്കണം. അതാണ് നബി പഠിപ്പിക്കുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വിവാഹത്തിലൂടെ എന്താ നടക്കുക? ഫഇന്നഹു അഗദ്ദു ലിൽ ബസരി വഅഹ്സനു ലിൽ ഫർജ്, അതിന്റെ കണ്ണിനെ താഴ്ത്താനും നിന്റെ ലൈംഗിക അവയവത്തെ സൂക്ഷിക്കാൻ എന്ത് ചെയ്യും? നിന്നെ സഹായിക്കും അല്ലെ? വിവാഹം കഴിക്കുന്നതിലൂടെ ഒരു മനുഷ്യന്റെ ശാരീരികമായ ആവശ്യ പൂർത്തീകരണം, അങ്ങനെ പഠിച്ച നമ്മളൊക്കെ പഠിച്ചത്. മനുഷ്യൻ എന്തുണ്ട്? അവന് വിശപ്പുണ്ട്, ദാഹമുണ്ട്, അവൻ ആഗ്രഹങ്ങളുണ്ട്, അവന് ഇച്ഛകളുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഇച്ഛകളെ പിടിച്ചു വെക്കാൻ, മനുഷ്യന്റെ ഇച്ഛകളെ കടിഞ്ഞാണിടാൻ അല്ല പറയുന്നില്ല. ആ ഇച്ഛകൾ എന്ത് ചെയ്യണം? അത് ഏറ്റവും ഹലാലായ മാർഗത്തിലൂടെ പൂർത്തീകരിക്കാൻ, അവന്റെ ശാരീരികമായ ആവശ്യങ്ങൾ ഹലാലായ മാർഗത്തിൽ പൂർത്തീകരിക്കാൻ റബ്ബ് നിശ്ചയിച്ചു തന്ന ഒന്നാണ് വിവാഹം. ഒരാള് ഒരു ഇണയെ സ്വീകരിക്കുന്നതിലൂടെ, ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവിനെ ലഭിക്കുന്നതിലൂടെ, ഒരു ഭർത്താവിന് ഒരു ഭാര്യയെ ലഭിക്കുന്നതിലൂടെ എന്ത് ചെയ്യാണ്? അവരുടെ ശാരീരികമായ ആഗ്രഹങ്ങൾ ഹലാലായ രീതിയിൽ പൂർത്തീകരിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് അത് കണ്ണിനെ താഴ്ത്തും. അതേപോലെ തന്നെ ലൈംഗികാവയവത്തെ സൂക്ഷിക്കും. എന്നിട്ട് നബി പറഞ്ഞു, ഫമല്ലം യസ്തത്യ, വിവാഹം കഴിക്കാൻ പറ്റാത്ത ആളുകൾ അവരെന്ത് ചെയ്യണം? അവര് നോമ്പ് നോൽക്കട്ടെ എന്നാണ്. നോമ്പ് നോൽക്കട്ടെ. നോമ്പ് എന്ത് ചെയ്യും? ഈ ലൈംഗികമായ വിശുദ്ധി വിവാഹത്തിലൂടെ നേടിയെടുക്കാൻ പറ്റും. എന്നാൽ വിവാഹം കഴിക്കാത്ത ഒരാൾക്ക് അത്തരത്തിലുള്ള പല ചിന്തകളും വരും, തെറ്റായ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ കടന്നു വരും. അതിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിച്ചു നിർത്തും എന്ത്? നോമ്പ് എന്ന്. മനസ്സിലായോ? അപ്പൊ നോമ്പ് എന്ത് ചെയ്യും? മനുഷ്യനെ പാപങ്ങളിൽ നിന്ന് തടയും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അസ്സൗമു ജുന്ന, നോമ്പെന്ന് പറഞ്ഞാൽ ഒരു പരിചയാണെന്നാണ്. നോമ്പൊരു പരിചയാണ്. എന്തിനാ പരിച? യുദ്ധക്കളത്തിൽ ശത്രുവിൻ്റെ അമ്പുകൾ, അതേപോലെ തന്നെ പിന്നെ വെട്ടുകളൊക്കെ തടയാൻ വേണ്ടി ആ പരിച ഉപയോഗിക്കുക. അങ്ങനെയുള്ളൊരു പരിചയോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിനെ ഉപമിച്ചത്. നോമ്പൊരു പരിചയാണ്, പാപങ്ങളിൽ നിന്ന് തടയും അല്ലേ? നോമ്പ് പരിചയാണ്. നമ്മൾ പരിശോധിച്ചാൽ മതി, നമ്മൾ ആത്മാർത്ഥമായി പഠിച്ചു നോക്കിയാൽ മതി. നോമ്പ് പരിചയാണ്, നമുക്ക് മനസ്സിലാകും. എത്രയോ തെറ്റുകളിൽ നിന്ന് നോമ്പിലൂടെ നമുക്ക് മാറി നിൽക്കാൻ പറ്റും. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ ഒരാൾ ശണ്ട കൂടാൻ വന്നു, നിങ്ങൾ നോമ്പുകാരനായിരിക്കെ നിങ്ങളുടെ ഒരാൾ അടിപിടി കൂടാൻ വേണ്ടി വന്നു, കച്ചറ ഉണ്ടാക്കാൻ വേണ്ടി വന്നു, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പം എന്താ പറയേണ്ടത്? ഇന്നി സ്വായിമുൻ, ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ്, ഞാൻ നോമ്പുകാരനാണ്, ശണ്ട കൂടാൻ ഞാനില്ല, കാരണം ഞാൻ എനിക്കത് പറ്റില്ല. നോക്കൂ നിങ്ങൾ, നോമ്പ് നമ്മളെ നിയന്ത്രിക്കുകയാണ്, നോമ്പ് നമ്മളെ സംരക്ഷിക്കുകയാണ്
എന്നാൽ ആ പറയുന്നത് ഞാൻ സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ പറയാം, രണ്ട് രീതിയിൽ പറയാമെന്ന് പറയാറുണ്ട്. എന്തറിയോ, ഒരാൾ നമ്മളോട് അടി കൂടാൻ വേണ്ടി വന്നു. അപ്പോൾ നമ്മളവനോട് പറഞ്ഞു ഞാൻ നോമ്പുകാരനാണ്. അങ്ങനെ പറഞ്ഞ അർത്ഥം എന്താ അറിയോ, നോമ്പ് തുറന്നിട്ട് കേട്ട് വാപ്പ ഞാൻ കാണിച്ചു തരുന്നത്. അങ്ങനെയല്ല, നോമ്പ് തുറന്നിട്ട് കേട്ട് വാപ്പ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ ആ രീതി പറ്റൂല. നമ്മൾ നോമ്പുകാരൻ, നമുക്ക് പറ്റൂല. പ്രശ്നം ഉണ്ടാക്കാൻ അങ്ങനെ ഒരു സ്വഭാവം ഒരു മുസ്ലിമിന് ചേർന്നതല്ല. ഞാൻ നോമ്പ് നോറ്റ ആളാ, അതെൻ്റെ ദീന് പഠിപ്പിക്കുന്ന കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പൊ നോമ്പ് നമ്മളെ പാപങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തും. പാപങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തും, ഒരു സംശയമില്ല. നമ്മൾ ഓരോരുത്തരും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയാൽ മതി, നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. നോമ്പ് നോൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ? വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു നോമ്പിലൂടെ, അല്ലെ സഹോദരങ്ങളെ? അതുകൊണ്ട് തന്നെ നോമ്പ് എന്താണ്? പാപങ്ങളിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നോമ്പിന്റെ മഹത്വങ്ങൾ പറയുന്ന ഹദീത്തുകളുടെ കൂട്ടത്തിലെ ശ്രദ്ധേയമായ ഒരു ഹദീത്ത് എന്താ പറയുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നോമ്പ് എനിക്കുള്ളതാണ്, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് കൂലി കൊടുക്കുന്നത്. അപ്പൊ സഹോദരൻ, നിസ്കാരം പടച്ചവനുള്ളതല്ലേ? സക്കാത്ത് പടച്ചവനുള്ളതല്ലേ? ഹജ്ജ് പടച്ചവനുള്ളതല്ലേ? ആണ്. പക്ഷെ നോമ്പിനെ കുറിച്ച് അള്ളാഹു പ്രത്യേകമായി കൊണ്ട് പറഞ്ഞു, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിനെന്ത് ചെയ്യുന്നത്, പ്രതിഫലം നൽകുന്നതെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞെന്നറിയങ്ങൾ നമ്മളെല്ലാവരും നല്ലോണം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് അതിൽ. നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ, നമ്മൾ ഹജ്ജ് ചെയ്യുമ്പോൾ, നമ്മൾ നമസ്കരിക്കുമ്പോൾ, ഏത് ഇബാദത്താകട്ടെ, ഇതൊക്കെ വേറെയുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. വേറെയുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇല്ലേ? നമ്മൾ നിസ്കരിക്കുമ്പോൾ ആളുകൾ കാണൂലേ? നമ്മൾ സക്കാത്ത് കൊടുക്കണം, നമ്മൾ സ്വകാര്യമായിട്ട് സക്കാത്ത് കൊടുത്താലും ഒന്നെങ്കിൽ കമ്മിറ്റി കൊണ്ടേ കൊടുക്കുമ്പോൾ ആ കമ്മിറ്റിയിൽ നമ്മൾ കൊടുക്കുന്ന ആളറിയും. ഇനി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കൊടുത്താൽ ആ വ്യക്തി അറിയും. ആരും അറിയാതെ നമുക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. ഹജ്ജിന് പോകുമ്പോൾ എല്ലാവരും അറിയില്ലേ? അറിയും. എന്നാ നോമ്പോ, ഞാൻ നോമ്പുകാരനാണോ അല്ലേ എന്ന് ആർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അതാ നോമ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. നോമ്പുകാരനായിട്ട് നമുക്കൊക്കെ അഭിനയിക്കാൻ പറ്റും, നോമ്പുകാരനായിട്ട് അഭിനയിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ നോമ്പുകാരനാണോ അല്ലേ എന്നുള്ളത് ആർക്ക് മാത്രമേ അറിയുള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ റിയാൽ കടന്നു വരാതെ, ലോകമാന്യത കടന്നു വരാതെ ഇഖ്ലാസോടുകൂടെ നമുക്ക് നോമ്പ് നോൽക്കാൻ പറ്റും. മറ്റുള്ളതിനൊക്കെ ചാൻസ് ഉണ്ട്, റിയാൽ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം ആളുകളുടെ മുമ്പിലാണ്. ഞാൻ നല്ല നിസ്കാരക്കാരനാണ്, ഞാൻ നല്ല സക്കാത്ത് കൊടുക്കുന്ന ആളാണ്, ഞാൻ നല്ല ഹാജിയാണെന്നുള്ള പേര് കിട്ടാൻ. പക്ഷെ നോമ്പ് കൊണ്ട് എന്തില്ല, ആർക്കും അറിയില്ല, അത് വ്യക്താക്കാനും പറ്റില്ല. അതുകൊണ്ട് അല്ല പറഞ്ഞത് നോമ്പ് എനിക്കുള്ളതാണ്, വസ്സൗമുലി വഅന അജ്സീബി, ഞാനാണ് അതിന് കൂലി കൊടുക്കുന്നത്. മനസ്സിലായോ? നമുക്കറിയാം സലഫുകളിൽപ്പെട്ട ആളുകൾ അവരവരുടെ ഭാര്യമാരറിയാതെ നോമ്പ് നോറ്റിരുന്നു എന്നാണ്. ഭാര്യമാരറിയാതെ നോമ്പ് നോറ്റിനിന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? അവർ രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഭാര്യ എന്ത് ചെയ്യും? ഉച്ച സമയത്തേക്കുള്ള ഭക്ഷണം പൊതിഞ്ഞു കൊടുക്കും. ഭാര്യമാർ പൊതിഞ്ഞു കൊടുക്കും. അപ്പൊ അവരത് വാങ്ങും. അവർ പറയില്ല ഞാൻ നോമ്പുകാരനൊന്നും പറയില്ല, അവരത് വാങ്ങും. അവരവരുടെ ജോലി സ്ഥലത്തേക്ക്, കച്ചവടത്തിലേക്ക്, അല്ലെങ്കിൽ മറ്റുള്ള ഏർപ്പാടിലേക്ക് അവർ പോവുകയാണ്. അപ്പൊ ഭാര്യ ഭക്ഷണം പൊതിഞ്ഞു കൊടുക്കും. അത് വാങ്ങിയിട്ട് അവർ പോകുന്നതാണ്. അവർ പോയിട്ട് അവരെന്താ ചെയ്യണ അറിയോ? അവർ മിസ്കീനുകൾ അന്വേഷിക്കും, ഭക്ഷണമില്ലാത്ത ആൾക്കാരുണ്ടോ, എന്നിട്ട് അവർക്ക് ഈ ഭക്ഷണം കൊടുക്കും. എന്നിട്ട് നോമ്പൊക്കെ തുറന്നിട്ടാണ് എന്ത് ചെയ്യുക? അവർ വീട്ടിലേക്ക് വരിക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്രമാത്രം നോമ്പിനെ അവർ ഇഷ്ടപ്പെട്ടു. ആരും അറിയാതെ സ്വകാര്യമായിക്കൊണ്ട് അവർ നോമ്പ് നോൽക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയാണ് ഇന്നലകളിലെ ആളുകൾ നോമ്പിനെ കണ്ടത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് കൂലി. അതുകൊണ്ട് സഹോദരികളെ ഇഖ്ലാസോടുകൂടെ എന്ത് ചെയ്യുക? നോമ്പ് നോൽക്കുക, ആത്മാർത്ഥമായി നോമ്പ് നോൽക്കും തീരുമാനിക്കുക. ഒരു റമദാനിലെ ഒരു നോമ്പ് പോലും എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടാക്കാൻ പാടില്ല. ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കൽ മാത്രമല്ലല്ലോ നോമ്പ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ വാക്കിനെ നിയന്ത്രിക്കണം, നമ്മുടെ നോക്കിനെ നിയന്ത്രിക്കണം. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഇൻഷാ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇനിയോ 10ാമത്തെ മഹത്വം എന്ന് പറഞ്ഞാൽ പിശാചിനെ ബന്ധിക്കുന്ന മാസമാണ് റമദാൻ മാസം. പിശാചിനെ ബന്ധിക്കുന്ന മാസമാണ്. മനുഷ്യന്റെ ശത്രുവാര ശൈത്താനാണ്. ആ പിശാചിനെ ബന്ധിക്കുന്ന മാസം. ഇദാ ദഖല ശഹ്റു റമളാൻ ഫുത്തിഹത് അബ്വാബുസ് സമാ വഗുല്ലിഖത് അബ്വാബു ജഹന്നം വസുൽസിലതി ശയാതീൻ. പിശാചിനെ ബന്ധിക്കുന്ന, ചെങ്ങലക്കിടുന്ന മാസമാണെന്ന്.
നോക്കി നിങ്ങൾ അല്ലാഹ് എന്തിനാ പഠിപ്പിക്കണ അറിയോ? നമ്മൾ ആരാ തെറ്റിലേക്ക് കൊണ്ടുപോകുന്നത്? പൈശാചികമായ പ്രേരണകൾ പലപ്പോഴും നമ്മൾ തെറ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ പിശാചിനെ ബന്ധിക്കുന്ന മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോണത്. അതുകൊണ്ട് എന്തു വേണം? ഇനി നമ്മൾ തോന്നിയാസം കാരണം നമ്മൾ തന്നെ പിശാചാണ് അതിൻ്റെ അർത്ഥം. ഞാൻ വാചകത്തെ ആരും ദുർവ്യാഖ്യാനിക്കണ്ട. പിശാചിനെ ബന്ധിക്കാണ്. പടച്ചോൻ നന്മ ചെയ്യാനുള്ള, പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള എല്ലാ വഴിയും തരുന്നുണ്ട് നമുക്ക്. എന്നിട്ട് നമ്മൾ തോന്നിയാസം കാട്ടുകയാണെങ്കിൽ, എന്നിട്ട് നമ്മൾ തിന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ എന്താ നമ്മുടെ അവസ്ഥ? അത് നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ എണ്ണിപ്പറഞ്ഞ റമദാനിൻ്റെ മഹത്വങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക, നമ്മൾ മനസ്സിലാക്കുക. ഒരൊറ്റ വാചകം കൂടെ നോമ്പ് എന്താന്ന് കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. നോമ്പ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ എന്താണ്, ഷറയിൽ എന്താണ്? അപ്പം ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിക്കുകയാണ് എൻ്റെ പഠിതാക്കളോട്. നിങ്ങളെ മനസ്സിൽ ഉത്തരം പറഞ്ഞാൽ മതി. ഇസ്ലാമിൽ ആദ്യം നിർബന്ധമാക്കിയ നോമ്പ് ഏതാ? ഇസ്ലാമിൽ ആദ്യം നിർബന്ധമാക്കിയ നോമ്പ് ഉത്തരങ്ങളെ മനസ്സിലുണ്ടാവും അല്ലേ? ചില ആളുകൾക്ക് അറിയാം. എന്നറിയാം, ഇസ്ലാമിൽ ആദ്യം നിർബന്ധമാക്കിയ നോമ്പ് ആശൂറ നോമ്പായിരുന്നു. ആശൂറ നോമ്പ്. പിന്നീട് എന്ത് ചെയ്തു? ആ നിർബന്ധം എന്ന വിധി ദുർബലമാക്കി. എപ്പെന്നറിയോ? റമദാൻ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ ആശൂറ നോമ്പ് നിർബന്ധമാണെന്നുള്ള വിധി ദുർബലമായി. റമദാൻ നോമ്പായി നിർബന്ധം. അതെന്നെ എല്ലാവർക്കും നിർബന്ധം ഉണ്ടായിരുന്നില്ല. പിന്നെയോ അവിടെ അള്ളാഹു ചോയ്സ് നൽകിയിട്ടുണ്ട്, തിരഞ്ഞെടുക്കാനുള്ള അവസരം. ഇഷ്ടമുള്ള ആളുകൾക്ക് നോമ്പ് നോൽക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫിദിയ കൊടുത്താൽ മതി. ഭക്ഷണം കൊടുത്തിട്ട് നോമ്പ് ഒഴിവാക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അന്നും അഫ്ളൽ എന്താണ്? നോമ്പ് നോൽക്കലാണ് അഫ്ളൽ. നോമ്പിൻ്റെ ചരിത്രം നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നോമ്പ് നോൽക്കലാണ് നല്ലത്. വേണമെങ്കിൽ ഫിദിയ കൊടുത്തിട്ട് നോമ്പ് ഒഴിവാക്കാം. അതിന് പ്രത്യേക കാരണമൊന്നും വേണ്ട. ഫിദിയ കൊടുക്കാൻ പറ്റുന്നവൻ എന്ത് ചെയ്യുക? നോമ്പ് ഒഴിവാക്കാം. മനസ്സിലായില്ലേ? എന്നാൽ സൂറത്തുൽ ബഖറയിലെ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും എന്ന് പറയുന്ന ആയത്ത് അവതരിച്ചപ്പോൾ എന്ത് ചെയ്തു? തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം അവസാനിച്ചു. ഞാനിപ്പോൾ ഇഖ്തിയാറില്ല, എല്ലാവരും നോമ്പ് നോക്കണം അല്ലേ? എല്ലാവരും നോമ്പ് നോക്കണം. ചില ആളുകൾക്ക് ഒഴിവുണ്ട്, പിന്നെ രോഗികളായ ആളുകൾ, യാത്രക്കാരായ ആളുകൾ, അതൊക്കെ ഒഴിവുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അപ്പം എല്ലാവരും നോമ്പ് നോൽക്കണം. എന്താണ് ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ? നോമ്പിന് അറബിയിൽ പറയുന്ന പദം എന്താ? സൗം എന്നാണ്. സൗം അല്ലെ? സൗം എന്നാ നോമ്പിന് പറയാം അറബിയിൽ. എന്താ സൗം എന്ന് പറഞ്ഞാൽ? അൽ ഇംസാക്ക് എന്നാ. ഇംസാക്ക് എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക. പിടിച്ചു വെക്കുന്നതിനാണ് ഇംസാക്ക് എന്ന് പറയാം. വിശുദ്ധ ഖുർആനിൽ കാണാം, ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, ഇന്നി നദർതു ലിർറഹ്മാനി സൗമ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ. മറിയം ബീബിന്റെ വാചകാണ്. എന്താ അവർ പറയുന്നത്? ഈസാ നബിയുടെ ഉമ്മ പറഞ്ഞ വാചകാണ്. എന്താ പറയുന്നത്? പരമകാരുണ്യകന് വേണ്ടി ഞാൻ ഒരു വ്രതം നേർന്നിരിക്കുകയാണ്. അതിനാൽ ഇന്നു ഞാൻ ഒരു മനുഷ്യനോടും സംസാരിക്കുകയില്ല തന്നെ. എന്താ അവരുടെ വാചകം? ഇന്നി നദർതു ലിർറഹ്മാനി സൗമ. ഞാൻ ഇന്ന് എന്തില്ല? നോമ്പിലാണ്. എൻ്റെ റബ്ബിന് വേണ്ടി ഞാൻ എന്തൊരു വ്രതം നേർന്നിട്ടുണ്ട്. എന്താണ് അവിടെ? ഐ സുംതൻ. സൗം എന്ന് പറഞ്ഞാൽ എന്താ? ലിഅന്നഹു ഇംസാകുൻ അനിൽ കലാം. സംസാരം പിടിച്ചു വെക്കുക, ആരോടും മിണ്ടൂല. അതാണ് ഇംസാക്ക് എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക. സൗം എന്ന് പറഞ്ഞാൽ എന്താ? പിടിച്ചു വെക്കുക. മനസ്സിലായല്ലോ? അതാണ് സൗമ് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം. നോമ്പ് ഒരു പിടിച്ചു വെക്കലാണ്. നോമ്പ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പിടിച്ചു വെക്കലാണ്. അസ്സൗമു ശർഅൻ. നോമ്പ് എന്ന് പറഞ്ഞാൽ മതപരമായി അത്തഅബ്ബുദു ലില്ലാഹി സുബ്ഹാനഹു വ തആല ബിൽ ഇംസാകി അനിൽ അകലി വശുർബി വസായിരിൽ മുഫത്തിറാത്തി മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഉറൂബി ശംസ്. ഇതാണ് നോമ്പിനെ മതപരമായിട്ട് പറയാൻ പറ്റുന്ന ഒരു വാചകം. അള്ളാഹുവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇബാദത്ത്. അള്ളാഹുവിന് വേണ്ടിയുള്ള ഒരു ഇബാദത്താണ് നോമ്പ്. എങ്ങനെ? ഭക്ഷണം പിടിച്ചു വെക്കണം, പാനീയം പിടിച്ചു വെക്കണം, അക്കലും ഷുർബും പിടിച്ചു വെക്കണം. അതേപോലെ തന്നെ നോമ്പ് മുറിയുന്ന, നോമ്പിനെ ബാത്തിലാക്കുന്ന കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ബാത്തിലാക്കുന്ന കാര്യങ്ങൾ അതും പിടിച്ചു വെക്കണം. എവിടം മുതൽ എവിടം വരെ? മിൻ തുലൂഇൽ ഫജ്രി, ഫജ്ർ മുതൽ ഗുറൂബി ശംസി, സൂര്യൻ അസ്തമിക്കുന്നത് വരെ. സൂര്യൻ ഉദിക്കുന്ന പ്രഭാതോദയം, ആദ്യത്തെ പ്രഭാതം അല്ല, ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കും. അപ്പൊ ഫജ്ർ മുതൽ ഏതുവരെ? മഗ്രിബിന്റെ ബാങ്ക് കൊടുക്കുന്നത് വരെയുള്ള സമയം എന്ത് ചെയ്യണം? പിടിച്ചു വെക്കണം. ഭക്ഷണം പാടില്ല, വെള്ളം പാടില്ല. നോമ്പിനെ മുറിക്കുന്ന, നോമ്പിനെ ബാത്തിലാക്കുന്ന മുഫത്തിറാത്തുകളുണ്ട്. അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം? പിടിച്ചു വെക്കണം. ഇതിനാണ് എന്ത് പറയാ? സൗം എന്ന് പറയാം, നോമ്പ് എന്ന് പറയാം.
മനസ്സിലായി? അപ്പം നോമ്പ് എന്താണെന്ന് ചോദിച്ചാൽ നോമ്പ് പിടിച്ചു വെക്കല. ഭക്ഷണം പിടിച്ചു വെക്കണം, പാനീയം പിടിച്ചു വെക്കണം, ലൈംഗികമായ ആവശ്യങ്ങൾ ഇതൊക്കെ പിടിച്ചു വെക്കണം. എവിടെ മുതൽ എവിടം വരെ? പ്രഭാതം മുതൽ പ്രദോഷം വരെ. മനസ്സിലായി? ഇതാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എപ്പോഴാണ് നോമ്പ് നോൽക്കേണ്ടത്? എപ്പോഴാണ് റമദാനിലെ വ്രതം ആരംഭിക്കുന്നത്? റമദാനിലെ വ്രതം ആരംഭിക്കുന്നത് ചന്ദ്രന്റെ പിറവിയുടെ അടിസ്ഥാനത്തിലാണ്. എന്ത് ചെയ്യുക? മാസം ആരംഭിക്കുന്നത് ചന്ദ്രന്റെ പിറവിയുടെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം. അതുകൊണ്ട് റമദാൻ നോമ്പ് എങ്ങനെ തീരുമാനിക്കുക? മാസം കാണണം. ഇപ്പം നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കണം. എങ്ങനെയാണ് നോമ്പ് തീരുമാനിക്കുക? എന്താ നോമ്പ്? അതിന്റെ അടിസ്ഥാനം എന്താ? ബേസ് എന്താ? മാസം കാണുന്നുള്ളതാണ്. മാസം കണ്ടാലാണ് എന്ത് ചെയ്യേണ്ടത്? നോമ്പ്. രണ്ട് കാര്യങ്ങളിലൂടെ നമുക്ക് റമദാൻ ഉറപ്പിക്കാൻ പറ്റും. ഒന്നെന്താ? അൽ അംറുൽ അവ്വൽ റുഅയത്തുൽ ഹിലാൽ റമദാൻ. റമദാനിലെ മാസം എന്ത് ചെയ്യുക? ദർശിക്കുക, ചന്ദ്രനെ കാണണം. രണ്ടാമത്തെ എന്താ? ഇത്മാമു ശഹ്റു ശഅബാൻ 30 യൗമൻ. ഷഅബാനിലെ 30 ദിവസം പൂർത്തിയാകാം. ഇപ്പൊ ഇന്ന് ഷാബാന്റെ ഡേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇന്ന് നമ്മൾ ഷാബാനിലാണ്. ഈ ഷാബാനിലെ 29ന്റെ അന്ന് നമ്മൾ മാസം കണ്ടു എന്ന് വിചാരിക്കുക. അപ്പൊ അടുത്ത ദിവസം എന്താ? റമദാൻ 1. ഇനി മാസം കണ്ടില്ല എങ്കിലോ ഷാബാൻ 30 പൂർത്തിയാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അടുത്ത ദിവസം, അതിന് ശേഷമുള്ള ദിവസം റമദാൻ 1. അപ്പൊ റമദാൻ 1 എങ്ങനെ തീരുമാനിക്കുക? മാസം കാണലാണ് ബേസ്. അടിസ്ഥാനം അതാണ്. അല്ലെങ്കിലോ ഷാബാൻ 30 പൂർത്തിയാക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂമു ഹത്താ തറൗൽ ഹിലാല. ലാ തസൂമു, നിങ്ങൾ നോമ്പ് നോക്കാൻ പാടില്ല. ഏതുവരെ? ഹത്താ തറൗൽ ഹിലാല, നിങ്ങൾ ഹിലാല് കാണുന്നത് വരെ, മാസം കാണുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നോമ്പ് നോൽക്കാൻ പാടില്ല. വലാ തുഫ്തിറു ഹത്താ തറൗൽ ഹിലാല, നിങ്ങൾ നോമ്പ് മുറിക്കരുത്, അഥവാ പെരുന്നാൾ ആഘോഷിക്കരുത്. ഏതുവരെ? മാസം കാണുന്നത് വരെ. ഫഇൻ ഗബിയ അലൈക്കും ഫഉദ്ദു 30. ഇനി വല്ല കാരണങ്ങൾ കൊണ്ട് മറക്കപ്പെട്ടാൽ, മാസം കാണാതെ മേഘാവൃതമായി ആകാശം, ചന്ദ്രനെ കാണാൻ പറ്റിയില്ല, അങ്ങനെയാണെങ്കിൽ 30 നിങ്ങൾ പൂർത്തീകരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അത് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും. നമ്മളെ കൂട്ടത്തിൽ ചില തഖ്വയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എന്താ? ചില ആൾക്കാർ പറയും, ഇപ്പോൾ ഭയങ്കര തർക്കമാണ് നാട്ടിലൊക്കെ, ഭയങ്കര പ്രശ്നമാണ്. കാരണം ചില ആൾക്കാർ പറയും നാളെ നോമ്പാണെന്ന്, അല്ല, അങ്ങനെയൊക്കെ തർക്കണം. അതുകൊണ്ട് ഞാനൊരു ഷാബാൻ 28 മുതൽ നോമ്പ് വെക്കാൻ തുടങ്ങാണ്. ഷാബാൻ 28 മുതൽ നോമ്പ്, റമദാനിലെ നോമ്പ് തുടങ്ങുക. അതിന് പ്രശ്നമല്ലല്ലോ, നോമ്പ് പോയി എന്നുള്ള പരാതി ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർ, അങ്ങനെ നോമ്പ് വെക്കുന്ന ആൾക്കാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം ഇവിടെ. നബി പറഞ്ഞു, ലാ തുഖദ്ദിമു ശഹ്റ ഹത്താ തറഉൽ ഹിലാല ഔ തുകമ്മിലുൽ ഇദ്ദ. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ നോമ്പിനെ മാസം കാണുന്നതിന് മുമ്പ് നോമ്പ് നോക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ മാസം പൂർത്തിയാകുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്യാൻ പാടില്ല? നോമ്പ് നോറ്റ് തുടങ്ങാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മൻ സാമൽ യൗമല്ലദി യശുക്കു ഫീഹി ഫഖദ് അസാ അബൽ ഖാസിം. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാ. എന്താ പറഞ്ഞത്? സംശയമുള്ള ദിവസം ആരെങ്കിലും നോമ്പ് നോറ്റാല് അവൻ അബുൽ ഖാസിമിന് എതിര് പ്രവർത്തിച്ചു എന്നാ. ഉറപ്പ് കിട്ടിയ നോമ്പ് നോറ്റാൽ മതി, ഉറപ്പായ നോമ്പ് നോറ്റാൽ മതി. നമുക്കൊരു കുറ്റം ഉണ്ടാകൂല. നമ്മളോട് നമുക്ക് നേതൃത്വം നൽകുന്ന ആൾക്കാർ, അഥവാ അതിൻ്റെ കണക്കൊക്കെ പറയുമ്പോൾ നമ്മളെ കേരളത്തിൽ ഹിലാൽ കമ്മിറ്റി ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ ഇപ്പം നമ്മളെ സമസ്തയുടെ സഹോദരങ്ങൾക്ക് അവരിൽ ഖാദി സിസ്റ്റം ഉണ്ട് ഇവിടെ, അല്ലേ? പിന്നെ പാണക്കാട് കുടുംബത്തിൽപ്പെട്ട ആളുകൾ അടക്കമുള്ള ആളുകളുടെ ഖാദി സംവിധാനമുണ്ട്. അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് അവരുടേതായ മാസപ്പിറവി അറിയിക്കുന്ന ഇതുണ്ട്. നമ്മുടെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഓരോ വിഭാഗങ്ങൾക്കും അതിനൊക്കെ എന്തുണ്ട്? മാസപ്പിറവി ജനങ്ങളെ അറിയിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കെന്ത് ചെയ്യാം? അവർ പറയുന്നതിന് നമുക്ക് അവലംബിക്കാം. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിനൊരു കോർഡിനേഷൻ ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു പരിധിവരെ ഏറ്റവും നല്ല രീതിയിൽ എല്ലാവരും ഒരുമിച്ച് ആ കാര്യങ്ങളെ കാണണമെന്നൊരു ചിന്തയും ആലോചനയും അതിൻ്റെ യോഗങ്ങളൊക്കെ നടക്കാറുണ്ട്. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു അറിയിപ്പ് അവരിലൂടെ വരും. ഇപ്പം നമുക്ക് ആർക്കും ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ ആളുകൾക്കും ഇങ്ങനെ നോക്കി നിന്നിട്ട് കണ്ടോ ഇല്ലേ, നമുക്ക് സാധ്യമല്ല, നമുക്ക് പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ നേതൃത്വത്തിലിരിക്കുന്ന ആൾക്കാർ, ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ കൽപ്പിക്കും, അവർ പറയും. ഇനി അവർ നമ്മളെ ചതിക്കുന്ന ആളുകളാണെങ്കിൽ, അവർ മുസ്ലിം ഉമ്മത്തിൻ്റെ നോമ്പിനെ അതേപോലെ തന്നെ പെരുന്നാളിനെയൊക്കെ അവരുടെ വാശിക്കും വൈരാഗ്യത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരാണെങ്കിൽ അതോലും പഠിച്ചോനെ ആയിക്കോളും. മനസ്സിലായില്ലേ? അങ്ങനെ ആരും പ്രവർത്തിക്കില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായാലും സംശയമുള്ള ദിവസം എന്ത് ചെയ്യാൻ പാടില്ല? നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന്
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ, മനസ്സിലാക്കാൻ, അതനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. വരാൻ പോകുന്ന വിശുദ്ധ റമദാനിനെ ഏറ്റവും നല്ല ഇഖ്ലാസോടുകൂടെ സ്വീകരിക്കാനും ആ റമദാനിലെ എല്ലാ നോമ്പുകളും പരിപൂർണമായി പൂർത്തീകരിക്കാനും റമദാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.